പ്രത്യാശയുള്ള ക്രിസ്മസ് ദിനത്തിൽ എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനം. മഞ്ഞുകാലത്തിന്റെ ശൈത്യരാത്രി പൊഴിയുന്ന മഞ്ഞിൽ പെട്ടെന്ന് ശബ്ദം. അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഈശോയുടെ ജനന വാർത്ത അറിയിക്കാൻ വന്ന മാലാഖമാരുടെ ഗീതങ്ങളായിരുന്നു അത്. ആ വാക്യത്തിന്റെ കുളിർമ ലോകമെമ്പാടും പരന്നു. വരാനിരിക്കുന്ന രക്ഷന്റെ അളവറ്റ സ്നേഹമാണ് ഈ പ്രകടനത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്നേഹം എല്ലാ മനുഷ്യരിലും എത്താൻ ദൈവം തീരുമാനിച്ചു. അതിന് മാലാഖമാർ വഴിവിളക്കായി മാറി. അന്ന് മാലാഖമാർ രക്ഷയുടെ സന്ദേശം അറിയിക്കാൻ എത്തിയെങ്കിൽ ഈ യുഗത്തിൽ മാലാഖമാർ കടന്നു വരുന്നുണ്ട്. സ്നേഹവും കരുണയും നീതിയും പാവങ്ങൾക്ക് കൊടുക്കുന്നവർ ഇന്നും നമ്മുടെ ഇടയിലുണ്ട്. മൺമറഞ്ഞ മദർ തെരേസ അത്തരത്തിലുള്ള ഒരു മാലികയാണ്. ഇതുപോലെ എത്രയോ വ്യക്തികളുണ്ട്. നാമും മറ്റുള്ളവരുടെ ഇടയിൽ നല്ല സന്ദേശം കൊടുക്കുന്ന മാലാഖമാർ ആകേണ്ടവരാണ്. പക്ഷേ നാം ഇന്ന് കണ്ടുവരുന്നത് സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളെയാണ്. സമാധാനമില്ലാത്ത ഈ ലോകത്ത് പരസ്പരം സ്നേഹിക്കുന്നതിന് പകരം പുകയും വിദ്വേഷവും വച്ചു പുലർത്തുന്ന അനേകം മനുഷ്യരെ നമുക്കിടയിൽ കാണാം. സമാധാനമില്ലാത്ത ഈ ലോകത്ത് തോക്കുകളും ബോംബുകളും വടിവാളുകളും കൊണ്ട് മനുഷ്യനെ നശിപ്പിക്കുന്നു. ഈശോയുടെ ജനന വാർത്ത ഹെറോദസിനെ അസമാധാനമായി മാറ്റുന്നുണ്ട്. അവന്റെ സന്മനസ് അറ്റുപോയി. അതുകൊണ്ടാണ് ലോകരക്ഷയുടെ വരവിനെ അംഗീകരിക്കാൻ ഹെറോദസിന് സാധിക്കാതെ പോയത്. അതിന് അയാൾ പ്രതികാരം തീർക്കുന്നത് ആ പ്രദേശത്തിലുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നുകൊണ്ടാണ്. ഇതുപോലുള്ള ഹെറോദാസന്മാർ ഒത്തിരി നമ്മുടെ ഇടയിലുണ്ട്. മറ്റുള്ള നന്മ ആഗ്രഹിക്കാൻ നാം ശ്രമിക്കണം. മറ്റുള്ളവർക്ക് നന്മയുള്ള സന്ദേശം നാം നൽകണം. മറ്റുള്ളവർക്ക് എപ്പോഴും നാം സമാധാനം കൊടുക്കണം. സന്തോഷത്തിന്റെ സദ്വാർത്തയുമായി മാലാഖമാർ വന്നെങ്കിൽ ഇന്ന് നാം ആ മാലാഖമാരെ പോലെ നല്ല വാർത്തകൾ കൊടുക്കാൻ കടപ്പെട്ടിരിക്കുന്നു. ഇന്നത്തെ ലോകത്ത് നാം എത്ര തരത്തിലുള്ള വാർത്തകളാണ് കൈമാറുക? മുറ്റുന്ന ദുഃഖമുളവാക്കുന്നതാണ് അതോ സന്തോഷമുളവാക്കുന്നതാണോ? അസമാധാനമാണ് നാം വിതയ്ക്കുന്നതെങ്കിൽ നമ്മുടെ സുഹൃത്തെ ഓർക്കുക, അസമാധാനമാണ് നാം കൊയ്യുന്നത്. യേശുവിന്റെ ബാല്യകാല കഥകളിൽ മാലാഖമാരെ കുറിച്ച് ധാരാളം പരാമർശിച്ചിട്ടുണ്ട്. വിശുദ്ധ ബൈബിളിൽ സമാധാനത്തിന്റെ ദൂതരെ നമുക്ക് കാണാൻ സാധിക്കും. യോഹന്നാന്റെ ജനനത്തെ കുറിച്ച് മാലാഖ സക്രിയെ അറിയിക്കുന്നു. യേശുവിന്റെ ജനനം മറിയത്തെ മാലാഖ അറിയിക്കുന്നു. വയലിലെ ആട്ടിടയന്മാരോട് യേശുവിന്റെ ജനനത്തെ പറ്റി മാലാഖമാർ അറിയിക്കുന്നു. ഹെറോദസിന്റെ അപകടത്തെ പറ്റി ജോസഫിന് മുന്നറിയിപ്പ് നൽകുന്നു. ഇങ്ങനെ എപ്പോഴും മാലാഖമാർ എല്ലാവരും ഇടയിലേക്ക് കടന്നു വരുന്നു. നാമും ആ മാലാഖമാരെ പോലെ നല്ല സന്ദേശം കൊടുക്കാനും മറ്റുള്ള നന്മ ആഗ്രഹിക്കാനും ശ്രമിക്കാം. എല്ലാവരും സ്നേഹവും സന്മനസ്സുമുള്ളവരായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു നല്ല ക്രിസ്മസ് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.